എന്താണ് സാഹചര്യം സംഭവിച്ചത്? എന്താ ഇവിടെ ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി മദ്യപിച്ചും അതുകൂടാതെ കഞ്ചാവും കഴിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ. എൻ്റെ ഭാര്യയെ അപമാനിക്കുക, ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളെ അപമാനിക്കുക, തേറി പറയുക, എന്നിട്ട് വീഡിയോ ക്യാമറയുടെ ഫ്രണ്ട് വന്ന് തുണി ഉരിഞ്ഞ് കാണിക്കുക, എന്നിട്ട് കത്തിയും കൊണ്ട് നടക്കുക കുത്താനായിട്ട്. ഞങ്ങളെ 3-4 വീട്ടുകാരെ ചെറുപ്പക്കാരെ കുത്താനായിട്ട് നടക്കുന്നു. ഞങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിത് പരാതി ഒരു 100-100 ചില്ലാനും പെണ്ണുങ്ങൾ ഒപ്പിട്ട ഒരു പരാതി അതുപോലെ ഞങ്ങൾ സ്ത്രീകൾ മാത്രം ഒപ്പിട്ട ഒരു പരാതി നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നടപടിയൊന്നും എടുക്കത്തില്ല. അതുകൂടാതെ ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത്, അങ്ങനെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സമയത്ത് ഒരാഴ്ചയോളം ഇവനെ മെൻ്റൽ ആശുപത്രി കൊണ്ടിട്ട് അവന് അസുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് തിരിച്ച് പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകിട്ട് വെള്ളം കുടിച്ചിട്ട് വന്ന് ചീത്തവിളിയാണ്. ഈ കഴിഞ്ഞ ദിവസം കത്തിയും കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കുത്താനായിട്ട് നടന്നു. അതിൻ്റെ ഫോട്ടോ വീഡിയോ എടുത്ത് ഞങ്ങൾ DYSP കായംകുളത്തിന് പരാതി കൊടുത്ത് അത് സർക്കിൾ ഓഫീസിൽ വന്ന് അങ്ങനെ ഒരു 2 ദിവസം അനങ്ങായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൈകിട്ട് എൻ്റെ ഭാര്യയും ഇപ്പുറത്തെ വീട്ടിലെ സേതുവിൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് ഭയങ്കര കലാപം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തിരിച്ചു പോയി വീണ്ടും കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഈ പെണ്ണുങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അവരെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇടപെട്ട് അവസാനം ഇവനോട് വീട്ടിൽ പോയപ്പോൾ പുറകിന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെ തേങ്ങ വലിച്ച് എൻ്റെ വയറ്റിൽ തെറിഞ്ഞ് ഞാൻ അരിപ്പാട് ആശുപത്രിയിൽ പോയി. അവിടുന്ന് എക്സ്റേയും അത് എല്ലാം എടുത്ത് നോക്കിയിട്ടാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തൃക്കുന്നപ്പള്ളിയിൽ നിന്ന് പോലീസുകാർ വരും. അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവരിവിടെ നിസ്സഹായരായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അവർക്കും നിയമപരമായിട്ട് അവർ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പോൾ സർക്കിൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. ജനങ്ങൾ മുഴുവൻ ഇവിടെ ഇപ്പോൾ കൂടി നിൽക്കുകയാണ്. എൻ്റെ ഭാര്യ അവനെ അടിച്ച് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഇപ്പം ഇവിടെ വീട്ടിലുണ്ട്. അഡ്മിറ്റ് ആയില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് കത്തിയും കൊണ്ട് ഈ റോഡ് ഫോട്ടോ അടക്കം പരാതി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് തുണി ഊരി കളഞ്ഞ് നിൽക്കുന്നതായിട്ട് CCTV അതുകൊണ്ട് അതുപോലും എന്നിട്ട് നടപടി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് എന്തൊരു നിസ്സഹായ അവസ്ഥയാണെന്ന് മനസ്സിലാത്തത്. അവിടെ ചെന്ന് പരാതി പറയാൻ ചെന്നപ്പോൾ എന്നോട് ഇദ്ദേഹത്തിനോട് പറയുന്നത്, അവിടുത്തെ ഒരു സാർ പറയുന്നത്, നിങ്ങൾ എന്താ പറയാൻ വന്നതെന്ന് എനിക്കറിയാം, അവനെക്കുറിച്ച് പറയാൻ വന്നത് അങ്ങനെയാണോ ചോദിക്കേണ്ടത്, അല്ല അന്വേഷിക്കാൻ വരട്ടെ അങ്ങോട്ട് പൊക്കുമെന്ന് പറയുന്നതിന് പകരം ഇതാ പറഞ്ഞത്. അത് ശരിയാണോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്? അത് തെറ്റ് തന്നെയാണത്. സാധാരണക്കാരൻ നീതി കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. കത്തി കൊണ്ട് കുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ പരാതി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും, നിങ്ങളെന്താ മുമ്പേ വരാഞ്ഞെന്ന് ചോദിക്കും. ആ കത്തി കൊണ്ട് നിൽക്കുമ്പോൾ പരാതി കൊണ്ട് എന്നിട്ട് പോലും അതിനൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തൊരു സംവിധാനമാണെന്നാണ് മനസ്സിലാകാത്തത്.